ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് ബജ്ജി റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു മധുരക്കിഴങ്ങിൻ്റെ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി തൊലി കളഞ്ഞ് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇതായപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നമ്മൾ റൗണ്ടിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബജ്ജിക്ക് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് കടലമാവ് ഞാനൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് കായം പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. 1/4 കപ്പ് കടലപ്പൊടിക്ക് 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് വെള്ളം ചേർത്താണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബജ്ജി ഉണ്ടാക്കാനുള്ള ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് നേരെ ബജ്ജി ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ബാറ്ററിൽ നമ്മുടെ ഓരോ പീസായിട്ട് മധുരക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫുള്ള് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം നല്ലപോലെ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് ബജ്ജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കൂടിയാണിത്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ മധുരക്കിഴങ്ങ് ബജ്ജി. അപ്പോൾ ഇതേപോലെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് ബജ്ജി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ തന്തൂരി മയണൈസും കൂട്ടിയാണ് ഈ ബജ്ജി കഴിക്കുന്നത്. നല്ല അടിപൊളി കോംബോയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ ബജ്ജിയും തന്തൂരി മയണൈസും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക.